$3000 ഫോറക്സ് ട്രേഡിംഗ് ബ്രോക്കർ അടുത്തുനിന്ന് വിഡ്രോവൽ കൊടുത്തിട്ട് 10 ദിവസമായിട്ട് നെറ്റ്വർക്ക് സർവീസ് എറർ അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒഴിവ് കഴിവ് പറയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു. ഫോറക്സ് ട്രേഡിങ്ങിൽ പ്രധാനമായിട്ടും ആളുകൾ കാശ് നഷ്ടപ്പെടുത്തുന്നത് 4 വഴികൾ കൂടിയാണ് പൊതുവായിട്ട് കാണുന്നത്. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഡായിപ്പ് ബ്രോക്കർമാരുടെ അടുത്ത് പോയി തലവെച്ചിട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ മുന്നത്തെ 2 വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നല്ല ബ്രോക്കർ ആണെങ്കിൽ നിങ്ങൾ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു എക്സ്ക്യൂസും പറയാതെ എത്രയും പെട്ടെന്ന് തന്നെ വിഡ്രോവൽ തരുന്ന ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബ്രോക്കർമാരെ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഓരോ രാജ്യത്തും ലീഗലായിട്ടുള്ള ഓരോ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇപ്പം അപ്രൂവൽസ് ഉണ്ട്. ഇപ്പോൾ UAE-ലാണെന്നുണ്ടെങ്കിൽ SCA ഉണ്ട്, അതുപോലെ DFSA ഉണ്ട്, അബുദാബി ഗ്ലോബൽ മാർക്കറ്റ്, ഇങ്ങനെയുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ബോഡികളുണ്ട്. അതുപോലെ ഖത്തറിലാണെങ്കിലും എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ബോഡികളിൽ അപ്രൂവ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് ത്രൂ ആണ് ചെയ്യുന്നതെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് വിഡ്രോയിൽ ഇരുന്നുണ്ടാവും. മാത്രമല്ല, ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ പറ്റുന്നതുമാണ്. ഇനി രണ്ടാമതൊരു വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാശ്, നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കാശ് മറ്റുള്ള ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ട്രേഡ് ചെയ്യാൻ കൊടുത്തിട്ട് കാശ് കളയുന്ന കേസാണ് രണ്ടാമത്തത്. മൂന്നാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രോക്കർ തരുന്ന സിഗ്നലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രേഡർ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അതല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ നിന്ന് കിട്ടുന്ന ടിപ്പുകൾ വെച്ചിട്ട് ട്രേഡ് എടുത്തിട്ട് പൈസ പോകുന്ന ഒരു കേസാണ്. നാലാമതാണ് മിക്ക ട്രേഡേഴ്സിനും പറ്റുന്നത്, സ്വന്തമായിട്ട് ട്രേഡ് ചെയ്തിട്ട് ലോസ് ചെയ്യുന്ന ആളുകൾ. പ്രത്യേകിച്ച് പുതിയതായിട്ട് വരുന്ന ആളുകളൊക്കെ ഒരു ധാരണയില്ലാതെ ഒരു മൊബൈൽ എടുത്തിട്ട് മൊബൈലിൽ കണ്ട എൻട്രി ഒക്കെ എടുത്ത് പൈസ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഗാംബ്ലിങ്. തുടക്കത്തിൽ ഞാനൊക്കെ ഈ എല്ലാ സെക്ഷനുകളും ടച്ച് ചെയ്ത് പോയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഒന്നാമത് ഞാൻ പറഞ്ഞു, ബ്രോക്കർമാരുടെ അടുത്തു നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ബോഡിയിൽ അപ്രൂവ് കിട്ടിയിട്ടുള്ള ആളുകളാണ് നോക്കുക. ഇനി അതല്ല ഓഫ്ഷോർ രജിസ്റ്റേർഡ് കമ്പനികളാണ്, കാശ് കിട്ടാൻ മാർഗ്ഗമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിവാഹപ്രായമെത്തിയ അച്ഛൻ, വിധവാ പെൻഷൻ വാങ്ങുന്ന അമ്മ, 12 കെട്ടിക്കാൻ പ്രായമായ പെങ്ങന്മാരെന്നൊക്കെ ഉള്ള കഥകൾ പറഞ്ഞ് കയ്യും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും പൈസ എടുക്കാൻ നോക്കുക എന്നുള്ളതാണ്. ദുബായിലാണെങ്കിൽ ദുബായ് പോലീസിൻ്റെ ഈ ക്രൈമിൽ ഒരു പരാതി കൊടുത്തിടാൻ, നിങ്ങൾ ഇൻ്റർനെറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ പരാതി കൊടുത്തിടാൻ പറ്റുന്നതാണ് ആ ബ്രോക്കർക്കെതിരെ. അതുപോലെ നിങ്ങളൊരു ബ്രോക്കറടുത്ത് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മുമ്പ് നിങ്ങൾ ഗൂഗിൾ റിവ്യൂവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്ത്, ഇപ്പോൾ ട്രസ്റ്റ് പൈലറ്റ് പോലെയുള്ള ഒരുപാട് ഇൻ്റർനെറ്റ് നമുക്ക് എത്രത്തോളം ബ്രോക്കറെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള അതിലൊക്കെ നിങ്ങൾ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് ചെയ്യുക. രണ്ടാമത്തത്, നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള കാശ് മറ്റുള്ള ആളുകൾക്ക് ട്രേഡ് ചെയ്യാൻ കൊടുക്കാതിരിക്കുക. നിങ്ങൾ തന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് പഠിച്ച് അതിനുശേഷം ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം മാത്രം സ്വന്തമായിട്ട് സെറ്റപ്പ് ഉണ്ടാക്കി ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ബ്രോക്കറുടെ ഒക്കെ സിഗ്നൽ എടുക്കുന്ന സമയത്ത് അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവരൊക്കെ ലെവൽസ് ആണ് പറയുന്നുണ്ടാവുക. അപ്പോൾ ആ ലെവലിൽ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഓവർ ലോട്ട് സൈസ് എടുത്തിട്ട് പൈസ പോകുന്നതാണ് അധികവും കണ്ടിട്ടുള്ളത്. പിന്നെ നാലാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്ത് കാശ് കളയുന്ന ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്വന്തമായിട്ട് 2-3 വർഷമായിട്ട് ട്രേഡ് ചെയ്തിട്ട് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ലാതെ എങ്ങനെയാണ് ഇതിൻ്റെ ലോട്ട് സൈസ് അല്ലെങ്കിൽ കാര്യങ്ങളെന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു വെബ്സൈറ്റ് എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസിലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ടൂൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ ഫ്രീ പാക്കേജ് ഉണ്ട്, പെയ്ഡ് ഉണ്ട്. അപ്പോൾ ഫ്രീ പാക്കേജിൽ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ പെർ ഡേ എടുക്കുന്ന മാക്സിമം പ്രോഫിറ്റ് ടാർഗറ്റ് അത് അച്ചീവ് ചെയ്ത് ഒരു 1 ഇയർ കൊണ്ട് തരക്കേടില്ലാത്ത ഒരു ക്യാപിറ്റൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആ ടൂളിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ പെയ്ഡ് പാക്കേജ് എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ലോട്ട് സൈസ് നിങ്ങളുടെ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട് എത്ര ട്രേഡ്സ് മാക്സിമം എടുക്കണം, എത്ര പോയിന്റ്, എത്ര പിപ്പ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് കൂടി കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പുതിയതായിട്ട് ഇറങ്ങുന്ന ആളുകളോ അല്ലെങ്കിൽ നിലവിൽ ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ട്രേഡ്സ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയുന്നതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് സെയിം വെബ്സൈറ്റിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്. ഇനിയെങ്കിലും നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്ത പൈസ എവിടെയും നഷ്ടപ്പെടുത്താതിരിക്കുക ശ്രദ്ധിക്കുക. ബൈ.